പാദങ്ങൾക്കു വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. സെപ്റ്റംബർ 3 ശ്ലീവാകാലം 3-ാം ശനി. ഇന്നത്തെ വായനകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെയും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയും. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞതെങ്കിലും പ്രേക്ഷിത തീഷ്ണത കൊണ്ടെരിഞ്ഞ 3ഓളം പ്രേക്ഷിത യാത്രകളും അത്ര തന്നെ കാരാഗ്രഹവാസങ്ങളും ഏതാണ്ട് 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന സുവിശേഷ വേലയും വിശുദ്ധ പൗലോസിനെ മിഷണറിമാരുടെ മിഷണറിയാക്കാൻ പോരുന്നവയായിരുന്നു. ഇത്രമാത്രം ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടാനും ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ രൂപപ്പെടുത്താനും തന്നെ തന്നെ ഉത്തമ സാക്ഷിയായി സമർപ്പിച്ച മറ്റൊരു ക്രിസ്തു ശിഷ്യനുണ്ടോ എന്നത് സംശയമാണ്. വിശുദ്ധനായ ഈ പ്രേക്ഷിതൻ പ്രായാധിക്യത്താലും ഏറെ കഷ്ടതകളുടെയും പീഡകളുടെയും ഫലമായ ശാരീരികമായ അവശതയിലും തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ ലേഖനഭാഗത്തിൻ്റെ ഉള്ളടക്കം. താൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു എന്ന പ്രഖ്യാപനം തീർച്ചയായും നിരാശയുടേതായിരുന്നില്ല, പകരം തികഞ്ഞ പ്രത്യാശയുടേതായിരുന്നു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കപ്പെട്ടിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എങ്ങനെയാണ് വിശുദ്ധ പൗലോസിന് ഈ ഉറച്ച പ്രത്യാശ ലഭിച്ചത്? തനിക്കുള്ളത് മാത്രമല്ല, തന്നെ തന്നെയും അവൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനായി സമർപ്പിച്ചു. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും നമ്മുടെ ജീവിതം തമ്പുരാന് പ്രീതികരമായ ബലിയായി അർപ്പിക്കണമെങ്കിൽ തമ്പുരാൻ ഇന്ന് സുവിശേഷ ഭാഗത്ത് പറയുന്ന തൈലാഭിഷേകം നടത്തിയവരുടെ മനോഭാവം സ്വന്തമാക്കണം. അവൾ സമർപ്പിച്ചത് ഏറെ വിലയേറിയ സുഗന്ധ തൈലമാണ്. അതിൻ്റെ അളവോ വെൺകൽ ഭരണി നിറയെ. തമ്പുരാനുള്ള നമ്മുടെ ജീവിതം, അവനുള്ള നമ്മുടെ ശുശ്രൂഷ ഏറ്റവും വിലയുള്ളതായി കരുതാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ പൗലോസിന്റെ സമർപ്പണം പോലെ സമ്പൂർണവും സാധു സ്ത്രീയുടെ പോലെ ഗുണത്തിലും അളവിലും ഉത്തമവും പൂർണ്ണവുമായിരിക്കാൻ നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.